വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു സറൗണ്ടിങ് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കി. പൊതുവേ ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചില കാര്യങ്ങളൊന്നും സക്സസ്ഫുൾ ആവാറില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് സൂപ്പർ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ചിക്കൻ കട്ട്ലേറ്റിന്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത് ഞാൻ യൂഷ്വലി വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അൺഫോർച്ചുനേറ്റ്ലി എല്ലാം ഞാൻ കുക്ക് ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആവാറുണ്ട്, ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് പൊതുവേ. പക്ഷെ ഈ സ്നാക്സിന്റെ കാര്യം വരുമ്പോൾ ഞാൻ അത്ര ഒരു ഭയങ്കര സെറ്റപ്പ് അല്ല. എനിക്ക് ചിലതൊക്കെ കൊളായി പോകാറുണ്ട്. ബേക്കിംഗ് ഇസ് ഓക്കെ, പിന്നെ ബാക്കി നമ്മുടെ മെയിൻ കോഴ്സ് ഡിഷസ് ഒക്കെ ഓക്കെ. പക്ഷെ സ്നാക്സിൽ കുറച്ച് പാളി പോകാറുണ്ട്. പക്ഷെ ഈ കട്ട്ലേറ്റ് എപ്പോഴും സക്സസ്ഫുൾ ആവാറുണ്ട്. വളരെ മിനിമൽ സാധനങ്ങൾ മതി, കുറച്ച് സമയം മതി, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് കുക്കിംഗ്. നിങ്ങളും ഉണ്ടാക്കി നോക്കാം. ഇനി ആവശ്യമുള്ള സാധനങ്ങൾ ഒരു 3 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ്. അത് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചതാ. ചിക്കനും ഞാൻ 2 വിസിലിൽ കുറച്ച് ചിക്കൻ മസാലയും ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് കുറച്ചധികം പേർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉള്ളിന്റെ സൈസൊക്കെ മാറ്റാം. മുളക് എടുക്കുമ്പോൾ എപ്പോഴും എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 2 മുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി വെക്കുക. ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ മല്ലിയില വേണം. എന്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കരിവേപ്പില മാത്രം എടുത്തേട്ടോ. നമുക്ക് ആകെ വേണ്ട പൊടികളാണ് ഇതൊക്കെ. ഇതെല്ലാം ഈ ഒരു അളവിൽ മാറ്റി വെക്കാം. മസാല റെഡി ആയി കഴിഞ്ഞാൽ കട്ട്ലേറ്റ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസും ഒരു മുട്ടയും പിന്നെ എണ്ണ എടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്ത്, എനി ബ്രാൻഡ്. ഫസ്റ്റ് നമ്മൾ ആ പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്ത് വെക്കണം. സ്പൂണും ഫോർക്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് മാഷ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ വലിയ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിനാണ്. അത് ജസ്റ്റ് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇടണേ. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നിങ്ങൾക്ക് മസാല എത്രത്തോളം വേണോ അതിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോ ഒരു 9-10 കട്ട്ലേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു മീഡിയം സൈസ് ഉള്ളി ആട്ടോ എടുത്തേ. ഉള്ളി ജസ്റ്റ് ഉപ്പിട്ട് വഴണ്ട് വരുമ്പോഴത്തേനെ നമുക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് വാടുമ്പോഴത്തേനും കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയം വഴറ്റുന്നൊന്നുമില്ല. അതൊന്ന് ജസ്റ്റ് പച്ചമണം മാറുമ്പോഴത്തേനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ പൊടികൾ ഇടാൻ പോവാണ്. എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ ഇടുന്നത്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണേ. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ വല്ലാത്തൊരു കുത്തൽ വരും. ഇനി നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ആ പൾസ് ബട്ടൺ ട്രിൻ ആക്കിയിട്ടേ ഉള്ളൂ. നമ്മൾ വല്ലാണ്ട് അടിച്ചെടുക്കരുത്, അപ്പൊ ഒരു പശ പോലെ ആവും, അപ്പൊ ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കുത്തൽ മുന്നിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കോമ്പൻസേറ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പകുതി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമുക്ക് കുഴയ്ക്കാൻ എളുപ്പമുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോയും കൂടി ഇതിനകത്ത് ഇടുക. ചെറിയ കുട്ടികൾ ആരെങ്കിലും ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു മസാല ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ ചൂടോടെയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് കൈ പൊള്ളുന്ന അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുമ്പോൾ അതിൽ എന്തെങ്കിലും ഓവർ വെറ്റ്നെസ് മാറാൻ വേണ്ടി കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് ഓൾമോസ്റ്റ് ഒരു സത്യം പറഞ്ഞാൽ 90% ഡണ്ണാണ്. ഇതിന്റെ മസാല ഫില്ലിംഗ് എന്ത് വേണമെങ്കിൽ പറയാം, അത് റെഡി ആയിട്ടുണ്ട്. നമ്മളെ പൊട്ടാറ്റോ ഫില്ലിംഗ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിങ്ങനെ എടുത്തുകൊണ്ട് ഇപ്പോഴേ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും, അതാണുള്ള പ്രശ്നം. ഇനി നമ്മളിത് ഷേപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഡബ്ബേന്റെ അടപ്പെടുത്തിട്ട് അടപ്പിനകത്ത് ഇതങ്ങ് നിറച്ചിട്ട് ഇങ്ങനെ അച്ചുപോലെ അടിച്ചടിച്ചടിച്ച് അപ്പൊ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും. ഞാൻ എപ്പോഴാണ് അങ്ങനെയാണ് ചെയ്യല്. ഇനി കൈവച്ച് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ, വേറെ എന്തെങ്കിലും മോൾഡോ സാധനങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും മൈൻഡ് ആക്കരുത്. ഞാൻ ഇവിടുന്നൊക്കെ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ആണിത്, ഓൾമോസ്റ്റ് ഒരു 6 o'clock ആയി. അപ്പൊ ഞാൻ ലൈറ്റ് പോകുന്നതിന് മുന്നേ ഇത് തീർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് മൊത്തം ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് വരാം. ഒന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ബാക്കി മൊത്തം ഷേപ്പ് ആക്കാം. ഓക്കെ, ഷേപ്പ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ തടപ്പ് വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മോൾഡ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഡബ്ബേന്റെ അടപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ അതാണ് കേട്ടോ എടുത്തത്. ഒരു പണിയില്ല, നിങ്ങൾക്കറിയാലോ, ഇതെല്ലാം കൂടെ അതിനകത്ത് കുത്തി നിറയ്ക്കുക. ഇതിൽ ചെറിയൊരു ഓയിൽ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അതിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ കയ്യിൽ ഇങ്ങനെ അടിക്കുമ്പോഴത്തേനും കയ്യിൽ വരും. എനിക്ക് ഇങ്ങനെ കയ്യിൽ ഉരുട്ടി ഷേപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം കേട്ടോ ഇത്. എന്ത് അടപ്പാണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരും. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ അടിച്ചടിച്ച് എടുക്കാമല്ലോ നമുക്ക്. അപ്പൊ ഞാൻ എല്ലാം കൂടെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ലൈറ്റ് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് ഫ്രൈ ആക്കി കാണിക്കാന്ന് വെച്ചിട്ട്. ഇനി ഇത് ഫ്രൈ ആക്കാൻ വേണ്ടി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. ഇത് 1 മുട്ടയും 1 ടീസ്പൂൺ കോൺഫ്ലവറും കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. കോൺഫ്ലവർ ഒക്കെ ഓപ്ഷണൽ ആണ്, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒക്കെ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു 1-2 ടീസ്പൂൺ ഇട്ടോ അതിനകത്ത്. ഇതിന്റെ പ്രോസസ്സിംഗ് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. മുട്ടേന്റെ ബാറ്ററിൽ മുക്കുന്നു, ബ്രെഡ് ക്രംസിൽ മുക്കുന്നു, മാറ്റി വെക്കുന്നു. നിങ്ങൾ സെയിം കൈ കൊണ്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. കാരണം അത് ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിച്ചു പോകും. ഞാൻ എന്തോ പൊട്ടത്തരത്തിന് അങ്ങനെ ചെയ്തു. പിന്നെ നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഓരോന്നായിട്ട് ഫ്രൈ ആക്കാൻ. ഫ്രൈ ആക്കുമ്പോൾ
എനിക്ക് പറയാനുള്ളത്, ഞാനൊക്കെ ആദ്യം വിരലി കാണിച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് പൊട്ടിപ്പോവുകയും ചെയ്യും, എണ്ണ കുടിക്കുകയും ചെയ്യും. നമ്മൾ കുറച്ച് സമയം അതിനങ്ങ് വിടണം. ജസ്റ്റ് ഒന്ന് അതിന്റെ മുകൾ ഭാഗവും ഇങ്ങനെ മാറി വരുമ്പോഴാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയൊരു കുഴിയൊക്കെ ആവും, അതൊന്നും മൈൻഡാക്കണം. അങ്ങനെ ഒരു 2 വട്ടം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുമ്പോഴത്തേനും നമ്മുടെ കട്ട്ലേറ്റ് നല്ല ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഗ്യാസ് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇടാട്ടോ. നീ ക്രിസ്പി സൗണ്ട് കേൾപ്പിച്ചേരട്ടെ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബാക്കി ബാച്ചസും കൂടെ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ആ പ്രോസസ് എപ്പോഴും മൈൻഡിൽ വെക്കാട്ടോ. ഫൈനലി നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല രസാട്ടോ. ഞാൻ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല, അത് ഒറിജിനൽ കളറാണേ. ഹായ്, അപ്പോൾ നമ്മളെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്, നല്ല രീതിയിൽ ഫ്രൈ ആയി, നല്ല ക്രിസ്പി ഒച്ച കേൾക്കുന്നില്ലേ? നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. എനിക്കിത് തിന്നാഞ്ഞിട്ട് ഇങ്ങനെ അസ്വസ്ഥതയാവുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് രാത്രി പോലെയായി, ലൈറ്റിംഗ് ഒക്കെ പോയി കേട്ടോ. അതാണ് ഇപ്പൊ ഇങ്ങനെ എൻഡിങ് ആയത്. അപ്പൊ ഞാൻ തന്നെ ഒന്ന് തിന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പെർഫെക്റ്റ് ആണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉപ്പും മുളക്, അതായത് മുളക് അരിഞ്ഞിടുന്നത്, അതുപോലെ ഉപ്പ് ഇടുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. ബാക്കി എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഫോളോ ചെയ്താൽ മതി. പിന്നെ ഇതിൽ മിസ്സായ ഒരു സാധനം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മല്ലിയില ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് കൂടും. ഇതിനേക്കാൾ ടേസ്റ്റ് ആവും മല്ലിയില ഉണ്ടെങ്കിൽ. എനിക്കിവിടെ മല്ലിയില എടുക്കാനുണ്ടായില്ല. ഞാൻ പെട്ടെന്ന് ഒരു മൂഡ് തോന്നിയപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം, എന്നാ പിന്നെ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ മല്ലിയിലയും കൂടി ഇടുക. വേറെ ഒരു ചേഞ്ചസും വരുത്തണ്ട. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. പെർഫെക്റ്റ് കട്ട്ലേറ്റ് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഒരു ½ an hour നിങ്ങൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മേ ബി ഒരു 15 minutes സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും. കുക്കറിൽ ഒന്നിച്ചാണ് ഞാൻ മറ്റേ സാധനങ്ങളൊക്കെ വേവിച്ചത്. പൊട്ടാറ്റോ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഒരുമിച്ചിട്ടാണ് വേവിച്ചത്. അപ്പൊ കുറെ ടൈം നമുക്ക് അങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ഒരു ഈസി പീസി കട്ട്ലേറ്റ് ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സും ഈ ഒരു കട്ട്ലേറ്റിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലോ വന്ന് നിങ്ങൾ എന്നെ അറിയിക്കണം. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സക്സസ്ഫുൾ ആയെങ്കിൽ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. അതെനിക്ക് കുറച്ച് സന്തോഷം വരും നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഭയങ്കര കട്ട്ലേറ്റ് എക്സ്പേർട്സ് ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, ആ മിസ്റ്റേക്ക് തിരുത്തിയാൽ ഇതിനേക്കാൾ ബെറ്റർ കട്ട്ലേറ്റ് കിട്ടും എന്ന് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ അറിയെങ്കിൽ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.